കേരളം ഇന്നൊരു ഞെട്ടലിലാണ്. പക്ഷെ ആ ഞെട്ടൽ സ്വർണം മോഷണം പോയതിലല്ല, മറിച്ച് ആ മോഷ്ടാക്കളെ സംരക്ഷിക്കാൻ കേരളം ഭരിക്കുന്ന കൊള്ള സർക്കാർ നടത്തുന്ന അശ്ലീലമായ നാടകങ്ങളിലാണ്. നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ ചെന്നെത്തുന്നത് ഭരണകൂടത്തിന്റെ തലപ്പത്താണോ എന്ന്. ഇന്ന് ആ സംശയം വെറും സംശയമല്ല, അതൊരു യാഥാർത്ഥ്യമായി മാറുന്നു. ശബരിമല തന്ത്രി കണ്ഠർ രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ പിണറായി സർക്കാരിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. 41 ദിവസം ഒരു തെളിവുമില്ലാതെ, ഒരു രേഖയുമില്ലാതെ കേരളത്തിന്റെ ആത്മീയ ആചാര്യനെ അഴികൾക്കുള്ളിലിട്ട ഈ സർക്കാർ ആരോടുള്ള പകയാണ് തീർക്കുന്നത്? അതോ സ്വന്തം പാർട്ടിക്കാരനായ പത്മകുമാറിനെയും മറ്റുന്നതരെയും എല്ലാം രക്ഷിക്കാൻ തന്ത്രിയെ പുകമറയ്ക്കുള്ളിലാക്കുകയാണോ? പെരുങ്കള്ളൻ എന്ന് വിളിച്ച MV ഗോവിന്ദന്റെ നാവ് ഉയരുന്നത് ആരെ ഭയപ്പെടുത്തി നിർത്താനാണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ വേട്ടയാടലിനെ കുറിച്ചാണ്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ തണലിൽ വളരുന്ന ആ കൊള്ളസംഘം ആരൊക്കെയാണ്? ഭാരതത്തിന്റെ അഭിമാനമായ ശബരിമലയെ തകർക്കാൻ ഇവർ മെനയുന്ന തിരക്കഥയുടെ ഒടുവിലത്തെ അധ്യായമാണിത്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ്. കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി കേവലം ഒരു നിയമപരമായ നടപടിയല്ല, അത് പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. കോടതി ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും സർക്കാരിന്റെ നെഞ്ചിലേക്കാണ് തളച്ചു കയറുന്നത്. 41 ദിവസം ഒരാളെ ജയിലിലിട്ടു, എന്നിട്ട് തെളിവെവിടെ? കോടതി ഈ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ ഉടരുന്ന അന്വേഷണ സംഘത്തെയാണ് നമ്മൾ കണ്ടത്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ജീവനക്കാരൻ ശ്രീകുമാറിന് ഇതേ കോടതി ജാമ്യം നൽകിയപ്പോൾ സർക്കാർ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ശ്രീകുമാർ വെറും ഒരു കണ്ണിയാണ്. എന്നാൽ തന്ത്രിയെ കുടുക്കിയാൽ മാത്രമേ ഭക്തരുടെ ആത്മവീര്യം തകർക്കാൻ കഴിയൂ എന്ന് ഈ കൊള്ള സർക്കാർ മനസ്സിലാക്കുന്നു. വിധിയിൽ അസാധാരണത്വമുണ്ടെന്ന് നിയമമന്ത്രി P. രാജീവ് വിലപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കോടതി വിധി സർക്കാരിന് അനുകൂലമല്ലാത്തപ്പോൾ അത് അസാധാരണമാകുന്ന വിചിത്രമായ ജനാധിപത്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണിത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ ഇരുന്ന് പ്രഖ്യാപിക്കുന്നു തന്ത്രി ഒരു പെരുങ്കള്ളനാണെന്ന്. ഒരു കേസിൽ കോടതി പ്രതിയല്ലെന്ന് നിരീക്ഷിച്ച വ്യക്തിയെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ പരസ്യമായി കള്ളനെന്ന് വിളിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിന് എവിടെ നിന്നാണ് അധികാരം ലഭിക്കുന്നത്? ഇത് വെറും ഭയമല്ലാതെ മറ്റെന്താണ്? സത്യം പുറത്തു വരുമെന്ന ഭയം. സ്വർണ്ണക്കള്ളയുടെ ലാഭവിഹിതം AKG സെന്ററിലേക്ക് ഒഴുകിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യം മുക്കിക്കളയാനാണ് തന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്നത്. പോറ്റി എന്ന പ്രതിയെ ദേവസ്വത്തിൽ കയറ്റിയത് KC വേണുഗോപാലാണെന്ന് പറഞ്ഞ് വിഷയം തിരിച്ചുവിടാൻ നോക്കുന്ന ഗോവിന്ദൻ ഒരു കാര്യം മറന്നുപോകുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? അന്നൊന്നും ഈ പോറ്റിയെ നിങ്ങൾ കണ്ടില്ലേ? ഈ കേസിലെ ഏറ്റവും വലിയ ദുരൂഹത CPM നേതാവ് A. പത്മകുമാറാണ്. പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ്. എന്നിട്ടും പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. എന്തുകൊണ്ട്? പത്മകുമാറിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ടെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. തന്ത്രിയുടെ കാര്യത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ വിധി പുറപ്പെടുവിക്കുന്ന ഗോവിന്ദന് സ്വന്തം നേതാവിന്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇത്ര വ്യക്തതക്കുറവ്? ഇവിടെയാണ് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. പത്മകുമാർ വാതുറന്നാൽ പിണറായി വിജയന്റെ ഓഫീസിലെ പല ഉന്നതരും കൊടുക്കും, വേണമെങ്കിൽ പിണറായിയും കൊടുക്കും. ആ ഭയമാണ് പത്മകുമാറിനെ സംരക്ഷിക്കാനും തന്ത്രിയെ വേട്ടയാടാനും സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ശബരിമല എന്നത് കേവലം ഒരു കേരളീയ ക്ഷേത്രമല്ല, അത് ഭാരതത്തിന്റെ തന്നെ ആത്മീയ ഊർജ കേന്ദ്രമാണ്. യുവതീ പ്രവേശന കാലം മുതൽ ഈ ക്ഷേത്രത്തെ തകർക്കാൻ പലവിധ പരീക്ഷണങ്ങൾ പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ട്. അന്ന് ഭക്തർക്ക് മുന്നിൽ പരാജയപ്പെട്ടതിന്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല. തന്ത്രി കണ്ഠർ രാജീവൻ അന്ന് സർക്കാരിന്റെ നിലപാടുകളെ വെല്ലുവിളിച്ച വ്യക്തിയാണ്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിലകൊണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു കള്ളനാക്കി ചിത്രീകരിച്ചാൽ ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാമെന്ന് ഇവർ കരുതുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അർബൻ നക്സൽ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ തിരക്കഥ തയ്യാറാക്കുന്നത്. രമേശ് ചെന്നിത്തല ഉന്നയിച്ചൊരു കാര്യമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ തുടങ്ങിയ നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനായി തന്ത്രിയെ ബലിയാടാക്കുകയാണെന്ന്. ഇത് ഗൗരവകരമായ ആരോപണമാണ്. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് ഭരിച്ചവരും ഭരിക്കുന്നവരും ഈ കൊള്ളയിൽ പങ്കാളികളാണ്. ഒരു സാധാരണ ഭക്തൻ കാണിക്കയിടുന്ന ഓരോ രൂപയും സ്വർണവും അയ്യപ്പന്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിലും വലിയൊരു അധർമ്മം വേറെ വരാനുണ്ടോ? 41 ദിവസം തടങ്കലിൽ വെച്ചിട്ടും തന്ത്രിക്കെതിരെ ഒരു ഡിജിറ്റൽ തെളിവ് പോലും ഇല്ലെന്ന് വരുമ്പോ ആരെ രക്ഷിക്കാനാണ് ഈ നാടകം? ഇത് പകൽ പോലെ വ്യക്തമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ക്ഷേത്രങ്ങളെല്ലാം സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തിനു വേണ്ടിയാണ് സർക്കാർ ക്ഷേത്ര ഭരണത്തിൽ കൈകടത്തുന്നത്? അവർ എന്തുകൊണ്ട് പള്ളിയിലോ ചർച്ചിലേക്കോ ഒന്നും ഇത് കടത്തുന്നില്ല? ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ച് മറ്റ് വകുപ്പുകൾ നടത്തുന്ന സർക്കാർ
അവിടുത്തെ സ്വർണം മോഷ്ടിക്കപ്പെടുമ്പോൾ കാണിക്കുന്ന ഈ അലംഭാവം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പിണറായി സർക്കാരിന്റെ കൊള്ളസംഘം വെറും സ്വർണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഫോൺ മുതൽ മരുന്നിടപാട് വരെ എല്ലാത്തിലും അഴിമതിയാണ്. പക്ഷേ ദൈവത്തിന്റെ സ്വത്ത് കവരാൻ തുനിഞ്ഞത് ഈ സർക്കാരിന്റെ അവസാനത്തിന്റെ തുടക്കമായിരിക്കും. നിയമസഭ സമ്മേളിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തും. ഒരു തെളിവുമില്ലാതെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടതിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മറുപടി പറയണം. പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെയും ആത്മീയ നേതാക്കളെയും ഒതുക്കുന്ന ഈ ഒരു രീതി അതിവിടെ ഇനി നടപ്പിലാകില്ല. ഭക്തജനങ്ങളുടെ പ്രതിഷേധം തെരുവുകളിലേക്ക് പടരുകയാണ്. തന്ത്രിക്ക് ലഭിച്ച ജാമ്യം സർക്കാരിനെതിരെയുള്ള ജനവിധിയുടെ ആദ്യ സൂചനയാണ്. കേരളത്തിലെ വിശ്വാസികൾ ഇത് മറക്കില്ല. അയ്യപ്പന്റെ മണ്ണിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്ന ശിക്ഷ അതിക്രൂരമായിരിക്കും. നമ്മൾ നിശബ്ദരായിരുന്നാൽ ഇവർ നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും എല്ലാം വിറ്റുതുലയ്ക്കുമെന്നതിന് ഇനി തെളിവുകളൊന്നും വേണ്ട. ഇന്ന് തന്ത്രിയാണെങ്കിൽ നാളെ അത് നിങ്ങളായിരിക്കാം. ഒരു തെളിവുമില്ലാതെ ആരെയും കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പിണറായി വിജയന്റെ ഈ കൊള്ള സർക്കാർ ഇനിയെങ്കിലും ജനങ്ങളോട് സത്യം പറയണം. ആരാണ് ആ യഥാർത്ഥ പെരുങ്കള്ളൻ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം കടത്തിയത്? പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്തായാലും ഈ നാടകം ഇവിടെ അവസാനിക്കുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വെറും ഒരു മോഷണമല്ല, മറിച്ച് കേരളത്തിന്റെ ആത്മീയതയെയും വിശ്വാസത്തെയും വിറ്റുതുലയ്ക്കാൻ പിണറായി വിജയന്റെ കൊള്ള സർക്കാർ നടത്തിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്. 41 ദിവസം ഒരു മനുഷ്യനെ, അതും ഭക്തലക്ഷങ്ങൾ ആദരിക്കുന്ന ഒരു ആചാര്യനെ തുറുങ്കിലടച്ചിട്ട് ഒടുവിൽ തെളിവില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നുവെങ്കിൽ ഈ സർക്കാർ എത്രത്തോളം അധപ്പതിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതാണോ നിങ്ങളുടെ നവകേരളം? ഒരു വശത്ത് CPM നേതാവ് പത്മകുമാറിനെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറി പുകമറ സൃഷ്ടിക്കുന്നു, മറുവശത്താകട്ടെ യാതൊരു തെളിവുമില്ലാതെ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പെരുങ്കള്ളൻ? ജനങ്ങളുടെ നികുതിപ്പണം മുക്കി കമ്മീഷൻ അടിക്കുന്നവരാണോ, അതോ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാക്കുന്നവരാണോ? പിണറായി വിജയന്റെ തണലിൽ വളരുന്ന ക്രിമിനൽ സംഘങ്ങൾ ദേവസ്വം ബോർഡിനെ ഒരു ATM മെഷീനാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ അഭിമാനമായ ശബരിമലയെ തകർക്കാനായി ഈ അവിശ്വാസി സർക്കാർ നടത്തുന്ന ഓരോ നീക്കവും ഭക്തജനങ്ങൾ കാണുന്നുണ്ട്. ഓർത്തുകൊള്ളുക. യുവതീ പ്രവേശന കാലത്ത് ഭക്തരെ തെരുവിലിട്ട് തല്ലിച്ചതച്ച അതേ ആവേശത്തോടെയാണ് ഇന്നും ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒന്ന് ഓർക്കുക, ഇത് ഭാരതമാണ്. ഇവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവനെ കാലം കാത്തുവെച്ച ശിക്ഷയിൽ നിന്നും ആരും രക്ഷിക്കില്ല. നിയമസഭയിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വന്തം ഓഫീസിലെ ഉന്നതർ കുടുങ്ങിയപ്പോൾ കാണിച്ച അതേ അങ്കലാപ്പാണ് ഇപ്പോഴും പിണറായി വിജയന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. കൊള്ള സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ഭരണകൂടത്തിലെ വമ്പന്മാരാണെന്ന സത്യം മറച്ചുവെക്കാൻ തന്ത്രിയെ ബലിയാടാക്കുന്നത് നിർത്തുക. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തീർച്ചയായും നീളണം. കടകംപള്ളി സുരേന്ദ്രനും വാസവനും അടക്കമുള്ളവർക്ക് ഈ കൊള്ളയിലുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹം നിങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തന്നെ എറിയുന്ന കാലം വിദൂരമല്ല. ഈ കൊള്ള സർക്കാർ പടിയിറങ്ങുന്നത് വരെ, സത്യം പുറത്തു വരുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരും. വിശ്വാസികളെ പരിഹസിക്കുന്ന, ആചാരങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നമുക്ക് തീർച്ചയായും ശബ്ദിച്ചേ മതിയാകൂ. ഭാരതത്തിന്റെ ആത്മീയ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ഓരോ ഭക്തരും പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിത്. എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.